വിഴിഞ്ഞം തുറമുഖത്തിന് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ടായ 817.80 കോടി കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ലെങ്കിൽ സംസ്ഥാനം തന്നെ ഇത് അദാനി ഗ്രൂപ്പിന് ലഭ്യമാക്കിയേക്കും. തുറമുഖ നിർമ്മാണത്തിന് നബാർഡ് അനുവദിച്ചിട്ടുള്ള 2100 കോടി വായ്പയിൽ നിന്ന് ഇത് നൽകാനാണ് നീക്കം. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സംസ്ഥാനങ്ങളുടെ അധിക ഭാരം ലഘൂകരിക്കാനാണ് കേന്ദ്രം VGF നൽകുന്നത്. തുറമുഖ കമ്മീഷനിങ്ങിന് ശേഷമാണ് VGF അദാനിക്ക് നൽകേണ്ടത്. 817.80 കോടി അനുവദിച്ചാൽ പകരം തുറമുഖത്ത് നിന്ന് സംസ്ഥാനത്തിനുള്ള വരുമാനത്തിന്റെ 20% നൽകണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. ഇക്കാര്യം കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ രാജ്യസഭയിലും വ്യക്തമാക്കിയിരുന്നു. ഇത് അംഗീകരിച്ചാൽ 12,000 കോടിയോളം സംസ്ഥാനം കേന്ദ്രത്തിന് നൽകേണ്ടി വരും. ഇത് ഒഴിവാക്കാനാണ് നബാർഡ് വായ്പയിൽ നിന്ന് അനുവദിക്കാനുള്ള നീക്കം. തൂത്തുക്കുടി തുറമുഖ വികസനത്തിന് തിരിച്ചടവില്ലാത്ത VGF നൽകിയതുപോലെ വിഴിഞ്ഞത്തിനും അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല. തുറമുഖ വരുമാനത്തിന്റെ 80% സംസ്ഥാനത്തിന് കിട്ടുമല്ലോ എന്നായിരുന്നു മറുപടി. വായ്പയല്ലാതെ ഒറ്റത്തവണ ഗ്രാന്റായി നൽകണമെന്ന മുഖ്യമന്ത്രിയുടെ കത്തിനും അനുകൂല മറുപടിയുണ്ടായില്ല. കേന്ദ്രത്തിന് പുറമെ സംസ്ഥാനവും 365.10 കോടി VGF ആയി അദാനി നൽകുന്നുണ്ട്. സർക്കാർ ഗ്യാരണ്ടിയിലാണ് 8.35% പലിശയ്ക്ക് നബാർഡ് 2100 കോടി തുറമുഖ കമ്പനിക്ക് നൽകുന്നത്. 15 വർഷമാണ് തിരിച്ചടവ് കാലാവധി. പ്രതിവർഷം 150 കോടിയോളം തിരിച്ചടവ് വരും. നിർമ്മാണ വിഹിതം സംസ്ഥാന VGF, റെയിൽ ദേശീയപാത സ്ഥലമെടുപ്പ് ചെലവുകൾക്ക് ഇത് ഉപയോഗിക്കാം. ഈ വായ്പയിൽ 697 കോടി ഇതിനകം വാങ്ങിയിട്ടുണ്ട്. 2005 മുതൽ 238 പൊതു സ്വകാര്യ പദ്ധതികൾക്ക് 23,665 കോടി VGF ആയി അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഒരിടത്തും വായ്പയ്ക്കായി തിരിച്ചടവിന് വ്യവസ്ഥയില്ല. കൊച്ചി മെട്രോയ്ക്കുള്ള VGF-നും തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥയില്ല. തൂത്തുക്കുടിക്കുള്ള 1,411 കോടിക്കും തിരിച്ചടവ് നിബന്ധനകളില്ല. 2,15,000 കോടി 40 വർഷത്തെ കരാർ കാലയളവിൽ. തുറമുഖ വരുമാനം 48,000 കോടി. 36 വർഷത്തെ പ്രവർത്തന കാലയളവിൽ സർക്കാരിന് കിട്ടുന്നത് 10,000 കോടി. 2, 3, 4 ഘട്ടങ്ങളുടെ വികസനത്തിന് അദാനി മുടക്കുന്നത് കേന്ദ്ര VGF അനുവദിച്ചില്ലെങ്കിലും വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് നബാർഡ് വായ്പയിൽ നിന്ന് പണം നൽകുമെന്നും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ മന്ത്രി VN വാസവൻ പറഞ്ഞു. പദ്ധതിയുടെ 2, 3 ഘട്ട തുറമുഖ വികസനത്തിനുള്ള പരിസ്ഥിതി അനുമതി 2 മാസത്തിനുള്ളിൽ ലഭിക്കുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച് പരിസ്ഥിതി തീരദേശ പരിപാലന ക്ലിയറൻസ് അംഗീകരിക്കാൻ കേരള തീരദേശ മേഖലാ മാനേജ്മെന്റ് അതോറിറ്റി കേന്ദ്രത്തോട് ശുപാർശ നൽകിയതായാണ് വിവരം. അനുമതി ലഭിക്കുന്നതോടെ തുറമുഖത്തിന്റെ 2, 3 ഘട്ട നിർമ്മാണ നടപടികൾക്ക് വേഗം കൂടും. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നതാണ് കേരള തീരദേശ മേഖലാ മാനേജ്മെന്റ് അതോറിറ്റി. ഡിസംബർ അവസാനമാണ് KCZMA കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയത്തിന് ശുപാർശ നൽകിയത് എന്ന് അധികൃതർ പറയുന്നു. തുടർന്ന് കഴിഞ്ഞ 4-ന് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് കേന്ദ്രത്തിന് അപേക്ഷയും നൽകി. അനുമതി ലഭിക്കുന്നതിന് മുന്നോടിയായി ടെക്നിക്കൽ അതോറിറ്റിയുടെ വാദം കേന്ദ്ര വിദഗ്ധ സംഘം കേൾക്കും. ഇതിനുശേഷമാകും അനുമതി ലഭിക്കുകയെന്ന് അധികൃതർ പറഞ്ഞു. 1, 2 ഘട്ടങ്ങളിലെ പരിസ്ഥിതി അനുമതിക്കായുള്ള പൊതു ഹിയറിംഗ് വിഴിഞ്ഞത്ത് കഴിഞ്ഞ ജൂൺ 19-ന് നടന്നിരുന്നു. തുടർന്ന് KCZMA ഉദ്യോഗസ്ഥർ തുറമുഖ നിർമ്മാണ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രത്തിന് ശുപാർശ നൽകിയത്. ആദ്യഘട്ടത്തിൽ 3000 മീറ്റർ പുലിമുട്ട് വിപുലീകരണമായിരിക്കും നടക്കുക. ഇതോടെ തുറമുഖത്ത് 30 ലക്ഷം TEU ശേഷിയായി വർദ്ധിക്കും. 2, 3 ഘട്ട വികസനങ്ങൾ 2045 പൂർത്തിയാക്കാനായിരുന്നു ആദ്യ കരാറെങ്കിലും 2028 പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാർ അദാനി തുറമുഖ കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ 3 കിലോമീറ്റർ പുലിമുട്ട് 1000 മീറ്റർ കൂടി നീട്ടി 4 കിലോമീറ്റർ ആക്കും. ബെർത്ത് നിലവിൽ 800 മീറ്റർ ആയത് 1200 മീറ്റർ കൂടി വർദ്ധിപ്പിച്ച് 2000 മീറ്റർ ആക്കും. 2, 3 ഘട്ടത്തിനായി 9,540 കോടിയാണ് വകയിരുത്തിയിട്ടുള്ളത്. പരിസ്ഥിതി അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ നിർമ്മാണം ആരംഭിക്കും. ഇതിനു മുന്നോടിയായി പുലിമുട്ട് നീളം കൂട്ടുന്നതിനായി കരിങ്കല്ലുകൾ നേരത്തെ തന്നെ സംഭരിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.